നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിൽ പരമാവധി വികസനം നടപ്പാക്കുകയാണ് നയമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിലെ കില ക്യാമ്പസിലെ 114 ഏക്കർ ഭൂവിസ്തൃതി പരമാവധി പ്രയോജനപ്പെടുത്തും. ജയിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി. കടത്തുകാർക്ക് ശമ്പളമില്ല. കടത്തുവള്ളത്തിന്റെ സേവനം നിലച്ചു. പ്രതിസന്ധിയിലായി നാടും നാട്ടുകാരും. കരുനാഗപ്പള്ളി പത്മനാഭൻ ജെട്ടി വെള്ളനാതുരുത്ത് കടത്തുവള്ളത്തിന്റെ പ്രവർത്തനമാണ് നിലച്ചത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. 52 ദിവസത്തെ നിരോധനമാണ് അർദ്ധരാത്രിയോടെ നിലവിൽ വന്നത്. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്ക്. പരമ്പരാഗത യാനങ്ങൾക്ക് കടലിൽ പോകാൻ അനുമതി. ബൈക്കിലെത്തിയ പെൺകുട്ടിയുടെ ആഭരണം കവർന്ന യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി ശ്യാംകുമാറാണ് അറസ്റ്റിലായത്. ഓച്ചിറ വയനകത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. വിശദമായ വാർത്തകളിലേക്ക്. സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിൽ പരമാവധി വികസനം നടപ്പാക്കുകയാണ് നയമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിലെ കില ക്യാമ്പസിൽ വിവിധ വികസന പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങൾക്ക് സ്ഥല സൗകര്യം നൽകുന്നതിന്റെ പരിശോധനയ്ക്കുമായി സന്ദർശനം നടത്തുകയായിരുന്നു അദ്ദേഹം. ഇവിടെയുള്ള 114 ഏക്കർ ഭൂവിസ്തൃതി പരമാവധി പ്രയോജനപ്പെടുത്തും. ജയിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി പറഞ്ഞു. കൊട്ടാരക്കരയിലെ കില ക്യാമ്പസിൽ ജയിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകും. കേന്ദ്രീയ വിദ്യാലയത്തിനുള്ള ഇടവും നൽകും. സയൻസ് മ്യൂസിയം, ഡ്രോൺ പാർക്ക്, നഴ്സിംഗ് കോളേജ് തുടങ്ങിയ പദ്ധതികൾക്കും സ്ഥലം നൽകുന്നത് പരിഗണനയിലാണെന്ന് സ്ഥലം സന്ദർശിച്ച മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ഓരോ പ്രവൃത്തിക്കുമായി ബന്ധപ്പെട്ട വകുപ്പുകളുടെ മന്ത്രിമാരുമായി ചർച്ച നടത്തിയാകും അന്തിമ തീരുമാനത്തിലെത്തുക. ഭൂമി അല്പം പോലും നഷ്ടമാകാതെ ഓരോ സ്ഥാപനവും നടത്തുന്നതിനായുള്ള സൗകര്യമൊരുക്കുന്നതിനായി സർവേ നടത്താൻ ജില്ലാ ഭരണകൂടത്തെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ജില്ലാ കളക്ടർ N ദേവിദാസ്, ഡെപ്യൂട്ടി കളക്ടർ R ബീന റാണി, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര. ഓച്ചിറ ക്ലാപ്പന EMS ലൈബ്രറിയുടെ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം ഡോക്ടർ A സാബുവിന് സമ്മാനിക്കും. 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. നിലവിൽ കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ മെമ്പർ സെക്രട്ടറിയാണ് ഡോക്ടർ A സാബു. കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകൾ ഉൾപ്പെടുന്ന ഓണാട്ടുകര പ്രദേശത്ത് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച പ്രതിഭകളെ ആദരിക്കുന്നതിനായാണ് ക്ലാപ്പന EMS ലൈബ്രറി ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. ശാസ്ത്രമേഖലയ്ക്ക് നൽകിയ സമഗ്ര സംഭാവന പരിഗണിച്ച് ഡോക്ടർ A സാബുവിനാണ് ഇത്തവണ പുരസ്കാരം സമ്മാനിക്കുന്നത്. ബന്ധപ്പെട്ടവർ വാർത്താസമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. V വിജയകുമാർ, ഡോക്ടർ വള്ളിക്കാവ് മോഹൻദാസ്, VP ജയപ്രകാശ് മേനോൻ എന്നിവരടങ്ങുന്ന ജൂറിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. ഗ്രന്ഥശാല പ്രവർത്തനത്തിന് വേറിട്ട ഒരു മുഖം നൽകിയ ജനപക്ഷ മുഖം നൽകിയ ഗ്രന്ഥശാലയാണ്. അവിടെ എല്ലാ വർഷവും നമ്മുടെ ഓണാട്ടുകരയിലെ വ്യത്യസ്ത മേഖലകളിൽ പ്രാഗൽഭ്യം പുലർത്തുന്നവരെ നീതിയുക്തമായി തിരഞ്ഞെടുത്ത് ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം നൽകുകയാണ്. നമ്മുടെ പ്രഭാകരൻ സാർ തുടങ്ങി കഴിഞ്ഞ വർഷം നമ്മുടെ ഏറ്റവും മികച്ച കർഷകനായി നിങ്ങൾ പലതവണ എഴുതിയ രഘുത്തമന് വരെ 5 അവാർഡുകളാണ് ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം നൽകിയത്. ഇത്തവണ അത് ശാസ്ത്ര മേഖലയിൽ നിന്നായിരിക്കും നമ്മൾ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ഓണാട്ടുകര പ്രദേശത്തെ വ്യത്യസ്തരായ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷം നമ്മുടെ കരുനാഗപ്പള്ളി പുന്നമൂട്ടിൽ സാബു സാറിനെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഓണാട്ടുകര പ്രദേശം കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി, മാവേലിക്കര താലൂക്കുകളിൽ നിന്നും വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ആദരിക്കുക എന്നുള്ള ലക്ഷ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഓണാട്ടുകര പ്രതിഭാ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൻ്റെ 6ാമത്തെ പുരസ്കാരമാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത്. അതിലൂടെ ജോമാൻ സാർ വിശദീകരിച്ചു കഴിഞ്ഞു. ഇതുവരെ കൊടുത്തിട്ടുള്ള എല്ലാ പ്രതിഭാ പുരസ്കാരങ്ങളും ഒരു വിമർശനത്തിനും ഇടവരുത്താതെ ഐക്യകണ്ഠേനയുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. അതിനപ്പുറം ആര് എന്ന് ചിന്തിക്കാനുള്ള ഇട കൊടുക്കാത്ത രീതിയിലായിരുന്നു ഈ
ഈ 5 പുരസ്കാരങ്ങളും ഞങ്ങൾക്ക് സമർപ്പിക്കാൻ കഴിഞ്ഞത്. 11,111 രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. കരുനാഗപ്പള്ളി മരുതൂർകുളങ്ങരത്തേക്ക പുന്നമൂട്ടിൽ അബ്ദുൽ ഹമീദ് സഹദ ദമ്പതികളുടെ മകനാണ് ഡോക്ടർ എ സാബു. CSIR-ൽ ശാസ്ത്രജ്ഞനായിരുന്നു. കണ്ണൂർ സർവകലാശാലയിൽ ബയോടെക്നോളജി പ്രൊഫസറായും റിസർച്ച് ഗൈഡായും പ്രവർത്തിച്ചിട്ടുണ്ട്. 100-ലധികം ഗവേഷണ പ്രബന്ധങ്ങളും നിരവധി പുസ്തകങ്ങളും ശാസ്ത്രമേഖലയുമായി ബന്ധപ്പെട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല പ്രോ വൈസ് ചാൻസലറായും പ്രവർത്തിച്ചു. നിരവധി വിദേശ സർവകലാശാലകളിൽ വിസിറ്റിംഗ് പ്രൊഫസറായ ഇദ്ദേഹം നിരവധി പേറ്റന്റുകളും നേടിയിട്ടുണ്ട്. കേരള ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിലിന്റെ മെമ്പർ സെക്രട്ടറിയായാണ് നിലവിൽ പ്രവർത്തിക്കുന്നത്. 28-ന് നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ ഡോക്ടർ വി ശിവദാസൻ MP പുരസ്കാരം സമ്മാനിക്കും. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറിയിലെ അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥി ശാക്തീകരണ പരിപാടി നടത്തി. കൂടെയുണ്ട് കരുത്തേക്കൻ എന്ന പേരിൽ ശാസ്താംകോട്ട BRC-യിലാണ് പരിശീലനം നടത്തിയത്. കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി NSS പ്രോഗ്രാം ഓഫീസർമാർ, സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർമാർ എന്നിവർക്കായിരുന്നു പരിശീലനം. ഹയർ സെക്കൻഡറിയിലെ അധ്യാപക രക്ഷാകർതൃ വിദ്യാർത്ഥി ശാക്തീകരണ പരിപാടിയാണ് ശാസ്താംകോട്ട BRC-യിൽ സംഘടിപ്പിച്ചത്. കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ NSS പ്രോഗ്രാം ഓഫീസർമാർ, സൗഹൃദ ക്ലബ്ബ് കോർഡിനേറ്റർമാർ എന്നിവർക്കാണ് പരിശീലനം നൽകിയത്. ഹയർ സെക്കൻഡറി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ LS ജയകുമാർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ചിന്തകളിലെ, നമ്മുടെ യാത്രകളിലെ, നമ്മുടെ തിരിച്ചുപോക്കുകളിലെ എല്ലാം നമ്മൾ ഏറ്റവും കൂടുതൽ ആഴത്തിലും അർത്ഥത്തിലും വേര് തേടുന്നത് നമ്മുടെ സ്വന്തം പിറവിയുടെ നാളത്തെ ഭാവിയെ കുറിച്ചുള്ള ചിന്ത തന്നെയാണ്. ഒരു തർക്കവും. പക്ഷേ നെഞ്ചി കൈവച്ച് പറയാൻ കഴിയുമോ നമ്മൾ പറയുന്ന ചിന്തയ്ക്കും പ്രവൃത്തിക്കും അനുസരിച്ചാണ് ആ കുട്ടികൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ഒരിക്കലും പറയാൻ കഴിയില്ല. ഞാനൊരു ഘട്ടത്തിൽ എന്റെ മനസ്സിനോട് പറഞ്ഞു, നീ നിന്റെ കുഞ്ഞിനെ കുറിച്ച് ഇത്രമാത്രം വേവലാതിപ്പെടേണ്ട ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേവലാതിപ്പെടാൻ തക്കവത്തിലേക്കുള്ള 100 കണക്കിന് കുട്ടികൾ രാവിലെ മുതൽ നമ്മുടെ കൺമുഖത്തുണ്ടെന്നേ. കരിയർ ഗൈഡൻസ് ജില്ലാ കോർഡിനേറ്റർ N കൊച്ചനുജൻ അധ്യക്ഷത വഹിച്ചു. NSS ജില്ലാ കൺവീനർ SS അഭിലാഷ്, ക്ലസ്റ്റർ കോർഡിനേറ്റർ പ്രദീപ്, BPC റോഷൻ N നായർ, NSS ദക്ഷിണ മേഖലാ കോർഡിനേറ്റർ ബിനു, PB സതീഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിനിക്ക് സൈക്കിളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിലാണ് സൈക്കിൾ നൽകിയത്. തെക്കുംഭാഗം പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിദ്യാർത്ഥിക്കാണ് ജനമൈത്രി പോലീസിന്റെയും പോലീസുകാരുടെയും സഹകരണത്തോടെ സൈക്കിൾ നൽകിയത്. ഇതോടൊപ്പം ബാഗ്, കുട, ബുക്കുകൾ എന്നിവയും നൽകി. തെക്കുംഭാഗം SHO ശ്രീകുമാർ, PRO സുരേഷ്, AAC ഹരികൃഷ്ണ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിലാണ് സൈക്കിളും പഠനോപകരണങ്ങളും വിതരണം ചെയ്തത്. തെക്കുംഭാഗം ജനമൈത്രി പോലീസിൻ്റെ ഭാഗമായി തെക്കുംഭാഗം PSWയിലെ പഠിക്കാൻ പഠിക്കുക ഒരു കുട്ടിക്ക് തെക്കുംഭാഗം ജനമൈത്രി പോലീസിൻ്റെ സഹകരണത്തോടുകൂടി ഉന്നത പഠനത്തിന് പഠിക്കാൻ ആവശ്യമായ പഠനോപകരണങ്ങളും ഒരു സൈക്കിളും മറ്റും കുട്ടിക്ക് കൈമാറിയിട്ടുണ്ട്. ഇനിയും ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ തെക്കുംഭാഗം ജനമൈത്രി പോലീസിലുണ്ടാവും. ന്യൂസ് ബ്യൂറോ, ചവറ. കൈതക്കോട് നിന്നും കാണാതായ യുവാവിന്റെ മൃതദേഹം വീട്ടിലെ കിണറ്റിൽ കണ്ടെത്തി. കൈതക്കോട് വെള്ളാവിളയിൽ സുജിത്തിന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. 38 വയസ്സായിരുന്നു. ശനിയാഴ്ച വൈകുന്നേരം 3 മണി മുതലാണ് സുജിത്തിനെ കാണാതായത്. തുടർന്ന് ബന്ധുക്കളും പ്രദേശവാസികളും തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. പോലീസ് അന്വേഷണം നടത്തിവരുന്നതിനിടയിലാണ് ചൊവ്വാഴ്ച രാവിലെ വീട്ടുമുറ്റത്തെ കിണറ്റിൽ നിന്നും സുജിത്തിന്റെ മൃതദേഹം കണ്ടെത്തിയത്. അഗ്നിരക്ഷാസേന എത്തിയാണ് മൃതദേഹം പുറത്തെടുത്തത്. സുജിത്ത് വിദേശത്തായിരുന്നു. 2019 നാട്ടിലെത്തി പശുവളർത്തൽ ഫാം ആരംഭിച്ചെങ്കിലും വിജയം കണ്ടില്ല. ഇതേ തുടർന്ന് കടുത്ത സാമ്പത്തിക ബാധ്യതയുണ്ടായി. സാമ്പത്തിക ബാധ്യതയെ തുടർന്ന് കുറച്ച് മാനസിക സംഘർഷത്തിലായിരുന്നെന്ന് നാട്ടുകാർ പറയുന്നു. എഴുകോൺ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. BKMU അഞ്ചൽ പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. BKMUവിന്റെ ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ധർണ നടത്തിയത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് BKMU നടത്തിവരുന്ന ദേശീയ പ്രക്ഷോഭത്തിന്റെ ഭാഗമായാണ് BKMU അഞ്ചൽ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. ഭൂരഹിതരായ കർഷക തൊഴിലാളികൾക്ക് ഭൂമിയും വീടും നൽകുക, പെൻഷൻ 6000 രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു പ്രതിഷേധം. അഞ്ചൽ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ BKMU സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് K രാജു ഉദ്ഘാടനം ചെയ്തു. മാർച്ച് മാസത്തിൽ കേന്ദ്രത്തിൽ ഡൽഹിയിൽ കൂടിയ
BKMUവിൻ്റെ നാഷണൽ കൗൺസിലാണ് വളരെ പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ ഗവൺമെൻറ് ശ്രദ്ധ, കേന്ദ്ര സർക്കാരിൻ്റെ ശ്രദ്ധ പതിയണം, അടിയന്തരമായ ഈ വിഷയങ്ങൾക്ക് പരിഹാരം കാണണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇത്തരത്തിൽ അഖിലേന്ത്യാ വ്യാപകമായിട്ടുള്ള പ്രക്ഷോഭം നടത്താൻ വേണ്ടി ഈ പ്രക്ഷോഭ സമരത്തിൽ പങ്കെടുക്കുന്ന BKMUവിൻ്റെ നേതാക്കളെയും പ്രവർത്തകരെയും മറ്റ് ബഹുജന സംഘടനകളുടെ നേതാക്കളെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരെയും എല്ലാം ഞാൻ ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. വളരെ പ്രധാനപ്പെട്ട ചില മുദ്രാവാക്യങ്ങളാണ് BKMU കേന്ദ്ര ഗവൺമെൻറ് മുമ്പാകെ വയ്ക്കുന്നത്. അതിലേറ്റവും പ്രധാനം എന്ന് പറയുന്നത് കർഷക തൊഴിലാളികൾക്ക് രാജ്യത്താകമാനം ബാധകമാകുന്ന ഒരു നിയമം, ദേശീയ നിയമം, കർഷക തൊഴിലാളികൾക്ക് വേണ്ടി സമഗ്രമായ ഒരു ദേശീയ നിയമം കേന്ദ്ര ഗവൺമെൻറ് പാർലമെൻറ്റിൽ പാസ്സാക്കി നടപ്പിലാക്കും. ഈ ആവശ്യം BKMU അല്ലെങ്കിൽ കർഷക തൊഴിലാളി യൂണിയൻ അല്ലെങ്കിൽ ഫെഡറേഷൻ നിരവധി വർഷങ്ങളായി കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ ആവശ്യമായി ഉന്നയിച്ചു വരുന്ന സംഗതിയാണ്. BKMU മണ്ഡലം പ്രസിഡന്റ് MG ശൈലേന്ദ്രനാഥ് അധ്യക്ഷത വഹിച്ചു. CPI അഞ്ചൽ മണ്ഡലം സെക്രട്ടറി S സന്തോഷ്, ജില്ലാ കമ്മിറ്റി അംഗം ലിജു ജമാൽ, ലെനു ജമാൽ, അഡ്വക്കേറ്റ് PR ബാലചന്ദ്രൻ, BKMU സംസ്ഥാന കൗൺസിൽ അംഗം C ഹരി, മണ്ഡലം സെക്രട്ടറി ലിജി ജോൺസൺ, വില്ലേജ് പ്രസിഡന്റ് N മംഗളാനന്ദൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. നീണ്ടകര താലൂക്ക് ആശുപത്രിക്ക് മുന്നിൽ LDF ധർണ നടത്തി. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് ധർണ നടത്തിയത്. നീണ്ടകര താലൂക്ക് ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് അനാസ്ഥ കാട്ടുകയാണെന്ന് ആരോപിച്ചാണ് LDFന്റെ നേതൃത്വത്തിൽ ആശുപത്രിക്ക് മുന്നിൽ ധർണ സംഘടിപ്പിച്ചത്. LDF നീണ്ടകര വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു ധർണ. CPM ഏരിയ സെക്രട്ടറി കൊന്നയിൽ രവി ഉദ്ഘാടനം ചെയ്തു. ഈ ഫൗണ്ടേഷൻ ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ ഇപ്പോ എഴുതി നീങ്ങുകയാണ്. ഇത് ഫോളോ ചെയ്യണമെന്ന്, ഇത് പരിശോധിക്കേണ്ടത്, അതിന്റെ പിന്നിൽ പ്രവർത്തിക്കേണ്ടത് ബ്ലോക്ക് കമ്മിറ്റി യാതൊന്നും ചെയ്യുന്നില്ലാത്ത മാത്രമല്ല, അവർ ഇവിടുത്തെ ചില നിയമനങ്ങളിൽ മാത്രമാണ് അവർ ലക്ഷ്യമിടുന്നത്. 2020 അധികാരത്തിൽ വന്നിട്ടുള്ള ബ്ലോക്ക് പഞ്ചായത്ത് ആദ്യം ചെയ്തത് LDFന്റെ ഭരണകാലത്ത് ഇവിടെ നിയമിച്ചിട്ടുള്ള താൽക്കാലികക്കാരെ പിരിച്ചുവിടാനാണ്. LDF കൺവീനർ L സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. CPM നീണ്ടകര ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ലതീശൻ പിള്ള, നീണ്ടകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K രാജീവൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോയി ആന്റണി, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേദവ്യാസൻ M, പഞ്ചായത്ത് അംഗം ബേബി രാജൻ, പ്രസാദ് ശാന്തി, T സജീവ, R അഭിലാഷ് തുടങ്ങിയവർ പങ്കെടുത്തു. നിസാര രോഗങ്ങൾക്ക് പോലും ജില്ലാ ആശുപത്രിയിലേക്ക് റഫർ ചെയ്യുന്ന സ്ഥിതിയാണ് നീണ്ടകര താലൂക്ക് ആശുപത്രിയിലുള്ളതെന്ന് LDF കുറ്റപ്പെടുത്തി. 50 പേരെ കിടത്തി ചികിത്സിക്കുവാനുള്ള ഭൗതിക സാഹചര്യം ഉണ്ടായിട്ടും 5 പേരെ പോലും ആശുപത്രിയിൽ കിടത്തി ചികിത്സിക്കുന്നില്ലെന്നും, എക്സ്റേ ECG മെഷീനുകൾ മാസങ്ങളായി തകരാറിലായിട്ടും ബ്ലോക്ക് പഞ്ചായത്ത് സമയബന്ധിതമായി ഇടപെട്ട് തകരാറുകൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ലെന്നും, OP വിഭാഗത്തിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നില്ലെന്നും, രോഗികളോട് ജീവനക്കാർ മോശം സമീപനമാണ് പുലർത്തുന്നതെന്നും LDF ആരോപിച്ചു. ന്യൂസ് ബ്യൂറോ, ചവറ. കടത്തുവള്ളത്തിന്റെ സേവനം ഇല്ലാതായതോടെ പ്രതിസന്ധിയിലായി ഒരു നാടും നാട്ടുകാരും. കരുനാഗപ്പള്ളി നഗരസഭയിലെ കോഴിക്കോട് മേഖലയിൽ TS കനാലിനോട് ചേർന്ന് താമസിക്കുന്ന നിരവധി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ ഉൾപ്പെടെയാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. കോഴിക്കോട് തെക്കൻ മേഖലയിലുള്ളവരെ തീരദേശ ഗ്രാമമായ ആലപ്പാട് പഞ്ചായത്തിന്റെ തെക്കൻ മേഖലയായ വെള്ളനാതുരുത്തുമായി ബന്ധിപ്പിക്കുന്നതിന് ആശ്രയമായിരുന്ന പത്മനാഭൻ ജെട്ടി വെള്ളനാതുരുത്ത് കടത്തുവള്ളത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെയാണ് ജനങ്ങൾ പ്രതിസന്ധിയിലായത്. വർഷങ്ങൾക്ക് മുമ്പ് പൊതുമേഖലാ സ്ഥാപനമായ IRE മണൽ ഖനനത്തിനായി വെള്ളനാതുരുത്ത് പൊന്മന ഭാഗങ്ങളിൽ നിന്നും മാറ്റിപ്പാർപ്പിച്ചവർ താമസിക്കുന്ന IRE സെറ്റിൽമെന്റ് കോളനി ഇവിടെയാണ്. 45ഓളം കുടുംബങ്ങൾക്ക് 5 സെന്റ് വീതം നൽകിയാണ് ഇവരെ പുനരധിവസിപ്പിച്ചത്. ഇവർക്ക് മത്സ്യബന്ധനത്തിന് പോകുന്നതിനും ബന്ധുവീടുകളിലേക്കും സ്വന്തം ഗ്രാമത്തിലേക്കും ക്ഷേത്രത്തിലേക്കും മറ്റും പോകുന്നതിനായി IREയുടെ സഹായത്തോടു കൂടിയാണ് വർഷങ്ങളായി കടത്തുവള്ളം സ്ഥാപിച്ചത്. ഒരു മാസം കൊണ്ട് ഇവിടെ ഇപ്പോൾ പൂർണ്ണമായിട്ട് ഇവിടെ വെള്ളനാതുരുത്ത് നമ്മൾ അവിടെ ഉള്ളവരാണ് ഞങ്ങളൊക്കെ. അവിടെ നിന്ന് നമ്മളെ ബന്ധിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ഈ വള്ളമായിരുന്നു. ഇപ്പം ഈ 3 മാസമായിട്ട് ഒരു വള്ളവും ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ പടിഞ്ഞാറ് അങ്ങോട്ട് ഇറങ്ങാൻ പോലും പറ്റുന്നില്ല നമുക്ക്. 3 മാസമായി 2 ഷിഫ്റ്റുകളിലായി രാജു, രണദേവ് എന്ന തൊഴിലാളികളാണ് വള്ളം പ്രവർത്തിപ്പിച്ചത്. 2 മാസമായി ഇവർക്ക് ശമ്പളം നൽകിയില്ല. ഇതോടെ കടത്തുവള്ളത്തിന്റെ പ്രവർത്തനം അവസാനിച്ചു. രാത്രികാലങ്ങളിലും മറ്റും മത്സ്യബന്ധനത്തിനും കുടുംബ വീടുകളിലേക്കും ബന്ധുവീടുകളിലേക്കും ഉൾപ്പെടെ പോകാനായി എത്തുന്ന തീരമേഖലയിലെ നിരവധി കുടുംബങ്ങളാണ് ഇതോടെ പ്രതിസന്ധിയിലായത്. IRE സെറ്റിൽമെന്റ് കോളനി കൂടാതെ സുനാമിയെ തുടർന്ന് പുനരധിവസിപ്പിക്കപ്പെട്ട നിരവധി ടൗൺഷിപ്പുകളും ഈ മേഖലയിലുണ്ട്. ഇവിടങ്ങളിൽ താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾക്കും വേഗത്തിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് തൊഴിലിനും മറ്റുമായി എത്തിച്ചേരുന്നത്
ഈ കടത്തുവള്ളം ഉള്ളതിനാലായിരുന്നു. എന്നാൽ വള്ളത്തിന്റെ പ്രവർത്തനം നിലച്ചതോടെ 4.5 കിലോമീറ്ററോളം അധികം യാത്ര ചെയ്ത് പോക്കാട്ട് ജംഗ്ഷൻ വഴി പണിക്കര് കടവിലെത്തി പാലം വഴി വെള്ളനാതുരത്തിലെത്തുക മാത്രമാണ് ഇപ്പോൾ ഇവരുടെ മുന്നിലുള്ള വഴി. വണ്ടിയുള്ളവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുപോലെ വള്ളത്തിൽ പോകാൻ പറ്റുന്നില്ല. മിക്കവാറും വള്ളത്തിൽ പോകാൻ പറ്റാത്ത അവർ തിരിച്ചു വരുന്നുണ്ട്, പോകാൻ പറ്റാതെ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ സ്കൂളിൽ പോകാനാണെങ്കിലും പിള്ളേർക്ക് പണിയായിട്ടുള്ളവർക്ക് പോകാൻ പറ്റുന്നില്ല. നിങ്ങൾ പിന്നെ വണ്ടി കയറി വേണം പോക്കാട്ട് ബുക്ക് എന്നിട്ട് പോകേണ്ടത്. ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതിന്റെ വയസ്സെന്നവർക്കാണെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകണമെങ്കിലോ അല്ലെ ഞങ്ങൾക്കാണെങ്കിലും ഒന്ന് അമ്പലത്തിൽ പോകണമെങ്കിലോ വണ്ടി വേണം നമുക്ക് പോകണമെങ്കിൽ. അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. ആരും ഇതിനെപ്പറ്റി ഒന്നും അന്വേഷിക്കുന്നുമില്ല, ഒന്നും ചെയ്യുന്നുമില്ല. ഞങ്ങൾ ഭയങ്കര ബുദ്ധിമുട്ടില്ല. അതിനെന്താന്ന് വെച്ചാൽ ഇത് കാണുന്നവരാണെങ്കിലും ഇതിന്റെ അധികാരികളാണെങ്കിലും എന്തെങ്കിലും ഒരു നടപടി ചെയ്യണം ഞങ്ങൾക്ക് വേണ്ടി. പലപ്പോഴും 250 രൂപയിലധികം ഓട്ടോ ചാർജ് നൽകിയും യാത്ര ചെയ്യേണ്ട സ്ഥിതിയുണ്ട്. ആർ രാമചന്ദ്രൻ MLA ആയിരുന്ന കാലത്ത് പത്മനാഭൻ ജെട്ടി വെള്ളനാതുരുത്ത് പാലത്തിന്റെ നിർദ്ദേശം ബജറ്റിൽ അംഗീകരിച്ചിരുന്നു. പദ്ധതിക്ക് ടോക്കൺ തുക അനുവദിക്കുകയും ചെയ്തു. മണ്ണ് പരിശോധന ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയെങ്കിലും പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇതോടെ പ്രദേശവാസികളുടെ പാലം എന്ന സ്വപ്നം ഇല്ലാതായി. അടിയന്തിരമായി IRA ഇടപെട്ട് കടത്തുവള്ളം പുനഃസ്ഥാപിക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കരീപ്ര വെളിയം പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന നെടുമൺകാവ് അറക്കടവ് പാലം നിർമ്മാണം അവസാന ഘട്ടത്തിൽ. ജൂൺ അവസാന വാരം പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മന്ത്രി സ്ഥലം സന്ദർശിച്ച് പാലത്തിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തി. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാലമായി അറക്കടവ് പാലവും അനുബന്ധ റോഡും മാറുമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. കൊല്ലം ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പ്രധാനപ്പെട്ട പാലമായി അറക്കടവ് പാലവും അനുബന്ധ റോഡും മാറും. അറക്കടവ് പാലം ഒരു ബൈപ്പാസായി മാറുമെന്നും ക്രഷ് ബാരിയർ സ്ഥാപിക്കുന്ന പ്രവർത്തനമാണ് ഇനി അവശേഷിക്കാനുള്ളതെന്നും മന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. ശാസ്താംകടവ് പാലത്തിന്റെ നിർമ്മാണം ഉടൻ ആരംഭിക്കുമെന്നും കൽച്ചിറ പാലത്തിന്റെ തുക അനുവദിച്ച് തുടർ നടപടികൾ അവസാന ഘട്ടത്തിലാണെന്നും മന്ത്രി വ്യക്തമാക്കി. മുൻ MLA P. ഐഷ പോറ്റിയുടെ ശ്രമഫലമായി കിഫ്ബിയിൽ ഉൾപ്പെടുത്തിയ കൊല്ലം ജില്ലയിലെ ആദ്യ പദ്ധതിയായിരുന്നു അറക്കടവ് പാലവും അനുബന്ധ റോഡും. 1.5 കോടി രൂപ അനുവദിച്ച് 2018 മാർച്ചിൽ നിർമ്മാണം ആരംഭിച്ചെങ്കിലും പ്രളയത്തെ തുടർന്ന് എസ്റ്റിമേറ്റിൽ വലിയ മാറ്റം വരുത്തേണ്ടി വന്നു. ആദ്യഘട്ടത്തിൽ 3 കോടിയോളം രൂപയുടെ നിർമ്മാണം പൂർത്തിയായ പദ്ധതിക്ക് അധികമായ തുകയും വേണ്ടിവന്നു. എസ്റ്റിമേറ്റിൽ മാറ്റം വരുത്തുകയും തുടർന്ന് പല തടസ്സങ്ങൾ കാരണം പദ്ധതി ഇഴഞ്ഞു നീങ്ങിയ ഘട്ടത്തിൽ മന്ത്രി ഇടപെട്ട് 12.45 കോടി രൂപ അനുവദിച്ചാണ് നിർമ്മാണം പുനരാരംഭിച്ചത്. ഇത്തിക്കരയാറിന്റെ പോഷക നദിയായ നെടുമൺകാവ് ആറിന് കുറുകെയാണ് പാലം നിർമ്മിക്കുന്നത്. കാൽനടയാത്ര മാത്രം സാധ്യമായിരുന്ന പഴയ പാലം പൊളിച്ച് വലിയ പാലം നിർമ്മിക്കുകയെന്നത് ഇരു പഞ്ചായത്ത് നിവാസികളുടെയും ദീർഘകാല ആവശ്യമായിരുന്നു. സ്ഥലം സന്ദർശിക്കാനെത്തിയ മന്ത്രി KN ബാലഗോപാലിനൊപ്പം കൊട്ടാരക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് A. അഭിലാഷ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വത്സമ തോമസ്, വെളിയം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NB പ്രകാശ്, കരീപ്ര പഞ്ചായത്ത് അംഗങ്ങളായ സിന്ധു ഓമനക്കുട്ടൻ, R. ഗീതാകുമാരി തുടങ്ങിയവരും ഉണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, എഴുകോൺ. മക്കൾ നോക്കാൻ തയ്യാറായില്ല. നാട്ടുകാരുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ വയോധികയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. കൊല്ലം കൂട്ടിക്കട കോരമുക്ക് സ്വദേശിനി ശാന്തമ്മയെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. മക്കൾ നോക്കാതെ വന്നതോടെ ദുരിതക്കയത്തിലായ വയോധികയെയാണ് നാട്ടുകാരുടെയും ജീവകാരുണ്യ പ്രവർത്തകരുടെയും ഇടപെടലിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കൊല്ലം കൂട്ടിക്കട കോരമുക്ക് സ്വദേശിനി ശാന്തമ്മയെയാണ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. 2 മക്കളുണ്ടായിട്ടും ഇരുവരും അമ്മയെ തിരിഞ്ഞു നോക്കാൻ പോലും തയ്യാറാകുന്നില്ല. മകളാകട്ടെ ചില ദിവസങ്ങളിൽ ഒരു നേരത്തെ ആഹാരം നൽകി വീട് പൂട്ടിയിട്ട് പോകും. വീണ്ടും മകൾ വരുമ്പോൾ മാത്രമാണ് വീട് തുറക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. ഇപ്പം ഈ ആഹാരത്തിൻ്റെ ബുദ്ധിമുട്ടാണ് മെയിൻ. ആഹാരമില്ല, അങ്ങനെ വല്ലപ്പോഴും കൂടെ വന്ന് ഇങ്ങനെ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് കൊണ്ട് യാതൊരു പ്രയോജനമില്ല. എന്ന് വെച്ചാൽ അവർക്ക് ഇതിനകത്ത് കിടന്ന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആരും ഉത്തരം പറയും. നാട്ടുകാർക്ക് എല്ലാവർക്കും പിന്നെ അവരെ ഉള്ളത് കൊണ്ടാണ് ഈ അമ്മ ഇത്രയും എങ്കിലും ജീവിച്ചിരിക്കുന്നത്. മകളടുത്ത് ഇത്രയും കടുംപിടുത്തം പറഞ്ഞുകൊണ്ടാണ് മകൾ വന്ന് ഈ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെയും ഫാമിലിയിൽ ഇച്ചിരി വിഷമങ്ങളൊക്കെ ഉണ്ട്. മുഖത്തലയിലാണ് എൻ്റെ വീട്. ആഹാരം കൃത്യമായി ലഭിക്കാത്തത് കൊണ്ട് തന്നെ ഇവർ അവശയായി. പക്ഷാഘാതവും ബാധിച്ചതിനെ തുടർന്ന് ഇവർക്ക് എഴുന്നേറ്റ് നടക്കാനും കഴിയില്ല. ഇതേ തുടർന്നാണ് നാട്ടുകാരുടെ ഇടപെടൽ. ജീവകാരുണ്യ പ്രവർത്തകരുടെ സഹായത്തോടുകൂടി ഇവർ മകളെ വിളിച്ച് വീട് തുറന്ന് മാതാവിനെ രക്ഷപ്പെടുത്തി. ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശ്, ശ്യാം ഷാജി എന്നിവർ ചേർന്ന് ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അമ്മയ്ക്ക് കൂട്ടിരിക്കാൻ പോലും മകൾ തയ്യാറായില്ല എന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
ബൈക്കിലെത്തി പെൺകുട്ടിയുടെ ആഭരണം കവർന്നെടുത്ത യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി ശ്യാംകുമാറാണ് അറസ്റ്റിലായത്. ഒളിവിലായിരുന്ന ഇയാളെ ഓച്ചിറ വയനകത്ത് നിന്നുമാണ് പിടികൂടിയത്. ബൈക്കിലെത്തി പെൺകുട്ടിയുടെ ആഭരണം കവർന്ന യുവാവിനെയാണ് പോലീസ് പിടികൂടിയത്. കുലശേഖരപുരം കാർത്തിക ഭവനിൽ 21-കാരനായ ശ്യാംകുമാറാണ് കരുനാഗപ്പള്ളി പോലീസിന്റെ പിടിയിലായത്. വീടിന് പുറത്തു നിൽക്കുകയായിരുന്ന പെൺകുട്ടിയുടെ കയ്യിൽ കിടന്ന ആഭരണം കവർന്ന് ഇയാൾ രക്ഷപ്പെടുകയായിരുന്നു. പെൺകുട്ടിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഓച്ചിറ വയനകത്ത് ഒളിവിൽ കഴിയുകയായിരുന്നു ഇയാൾ. കരുനാഗപ്പള്ളി SHO ബിജുവിന്റെ നേതൃത്വത്തിൽ SIമാരായ ഷമീർ, ഷാജിമോൻ കുരുവിള, ASI സനീഷ, CPO ഹാഷിം എന്നിവരടങ്ങിയ സംഘമാണ് ഇയാളെ പിടികൂടിയത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. ജൂലൈ 31 വരെ നീളുന്ന 52 ദിവസത്തെ നിരോധനമാണ് അർദ്ധരാത്രിയോടെ നിലവിൽ വന്നത്. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്കാണ്. പരമ്പരാഗത യാനങ്ങൾക്ക് കടലിൽ പോകാൻ അനുമതിയുണ്ട്. ജൂലൈ 31 വരെ നീളുന്ന 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനമാണ് അർദ്ധരാത്രി നിലവിൽ വന്നത്. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്കാണ്. പരമ്പരാഗത യാനങ്ങൾക്ക് കടലിൽ പോകാൻ അനുമതിയുണ്ട്. പ്രജനനകാലത്ത് മത്സ്യസമ്പത്ത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ട്രോളിംഗ് നിരോധനം. നിയന്ത്രണങ്ങളോട് മത്സ്യത്തൊഴിലാളികൾ സഹകരിക്കണമെന്ന് ജില്ലാ ഭരണകൂടങ്ങൾ അഭ്യർത്ഥിച്ചു. ചരക്ക് കപ്പൽ അപകടം, കാലവർഷം എന്നിവയെ തുടർന്നുള്ള നിയന്ത്രണങ്ങൾക്ക് പിന്നാലെയാണ് ഇത്തവണ ട്രോളിംഗ് നിരോധനവും എത്തുന്നത്. ന്യൂസ് ബ്യൂറോ, ചവറ. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ 27ാം നമ്പർ അഞ്ചൽ ശാഖ വാർഷിക പൊതുയോഗം നടത്തി. SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി. ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയുടെ 27ാം നമ്പർ അഞ്ചൽ ശാഖയുടെ നേതൃത്വത്തിലാണ് വാർഷിക പൊതുയോഗത്തോടനുബന്ധിച്ച് SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനം നൽകിയത്. സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു കെ ശങ്കർ ഉദ്ഘാടനം ചെയ്തു. ഇത് ഓൾ ഇന്ത്യ തലത്തിലുള്ള സംഘടനയാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായ സംഘടന അഖിലേന്ത്യാ തലത്തിൽ ഉണ്ടെങ്കിൽ അത് ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭ എന്ന് പറയുന്ന ഒരു സംഘടന മാത്രമാണ്. ഇന്ന് നിങ്ങൾക്കറിയാം, ഈ ഓൾ ഇന്ത്യ വീരശൈവ മഹാസഭയിലേക്ക് നമ്മൾ ലയിച്ചതിന് ശേഷം നമ്മുടെ സംഘടനയ്ക്ക് ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ, നമ്മൾ ആരാണ് എന്ന് ആൾക്കാരെ ബോധ്യപ്പെടുത്തുവാൻ കഴിഞ്ഞിട്ടുണ്ട്. പണ്ട് കേരള വീരശൈവ സഭയിൽ പ്രവർത്തിച്ചിരുന്ന കാലത്ത് നമ്മുടെ ആൾക്കാർക്കും ഉണ്ടായിട്ടുള്ള അവഗണനയെ സംബന്ധിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. പക്ഷെ ഇന്നത്തെ സ്ഥിതി ഏതാണോ അതിനെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെടുത്തിക്കൊണ്ട് കഴിയണം. ഇന്ന് കർണാടകത്തില് വീരശൈവ ലിംഗായത്ത് എന്നറിയപ്പെടുന്ന ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടന എന്താണ് എന്ന് കേരളത്തിലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും മറ്റു സമുദായ സംഘടനകൾക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ട ആവശ്യമില്ല. ശാഖാ പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു. മുൻ പ്രസിഡന്റ് TP കുഞ്ഞുമോൻ മുഖ്യപ്രഭാഷണം നടത്തി. അഞ്ചൽ SI ഉദയൻ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എടുത്തു. കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഷിബു പുത്തൂർ, ജില്ലാ ജനറൽ സെക്രട്ടറി ജ്യോതിഷ് അഞ്ചൽ, സംസ്ഥാന കമ്മിറ്റി അംഗം ബിനു അഞ്ചൽ, ജില്ലാ വൈസ് പ്രസിഡന്റ് അജീഷ് പത്തനാപുരം, ജില്ലാ വനിതാ സമാജം പ്രസിഡന്റ് ശ്രീജ സതീഷ്, ജില്ലാ മുൻ ജനറൽ സെക്രട്ടറി പ്രീത കോട്ടവട്ടം, അഞ്ചൽ ശാഖാ സെക്രട്ടറി പത്മകുമാരി, ശാഖാ രക്ഷാധികാരി N രാമചന്ദ്രൻ, കൊട്ടാരക്കര ശാഖാ സെക്രട്ടറി ഗീതാ ഗോപിനാഥ, ശാഖാ ട്രഷറർ സന്തോഷ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. സർക്കാരിന്റെ കൈവശമുള്ള ഭൂമിയിൽ പരമാവധി വികസനം നടപ്പാക്കുകയാണ് നയമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കൊട്ടാരക്കരയിലെ കില ക്യാമ്പസിലെ 114 ഏക്കർ ഭൂവിസ്തൃതി പരമാവധി പ്രയോജനപ്പെടുത്തും. ജയിൽ സ്ഥാപിക്കുന്നതിനുള്ള നടപടികളുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി. കടത്തുകാർക്ക് ശമ്പളമില്ല. കടത്തുവള്ളത്തിന്റെ സേവനം നിലച്ചു. പ്രതിസന്ധിയിലായി നാടും നാട്ടുകാരും. കരുനാഗപ്പള്ളി പത്മനാഭൻ ജെട്ടി വെള്ളനാതുരത്ത് കടത്തുവള്ളത്തിന്റെ പ്രവർത്തനമാണ് നിലച്ചത്. സംസ്ഥാനത്ത് ട്രോളിംഗ് നിരോധനം നിലവിൽ വന്നു. 52 ദിവസത്തെ നിരോധനമാണ് അർദ്ധരാത്രിയോടെ നിലവിൽ വന്നത്. യന്ത്രവൽകൃത ബോട്ടുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനത്തിന് സമ്പൂർണ്ണ വിലക്ക്. പരമ്പരാഗത യാനങ്ങൾക്ക് കടലിൽ പോകാൻ അനുമതി. ബൈക്കിലെത്തി പെൺകുട്ടിയുടെ ആഭരണം കവർന്ന യുവാവ് പിടിയിൽ. കരുനാഗപ്പള്ളി കുലശേഖരപുരം സ്വദേശി ശ്യാംകുമാറാണ് അറസ്റ്റിലായത്. ഓച്ചിറ വയനകത്ത് നിന്നുമാണ് ഇയാളെ പിടികൂടിയത്. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.